ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എയർ മൂവ് ചെയ്യുന്ന പാത്വേ, അതായത് റെസ്പിറേറ്ററി പാത്വേ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പിറേറ്ററി പാത്വേ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഏതിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ലിപ്സിന്റെ മുകളിലായിട്ട് മൂക്കുണ്ട് അല്ലെ. ആ മൂക്കിന് 2 ഹോൾസ് ആണുള്ളത്. ഈ ഹോൾസിനെയാണ് നമ്മളെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പം എയർ അകത്തേക്ക് കടക്കുന്നത് ഏതിന്റെ അകത്ത് കൂടിയാണ്? ഈ ഹോളിന്റെ അകത്ത് കൂടിയാണ്. സോ ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ നോസ്ട്രിൽ എന്ന് പറയാം. എക്സ്റ്റേണൽ നോസ്ട്രിൽ. അപ്പം നമ്മളുടെ റെസ്പിറേറ്ററി പാത്വേയിലെ ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ആണ്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ നോസ്ട്രിൽസിലൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നതും അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്നതും. ശരിയാണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എക്സ്റ്റേണൽ നോസ്ട്രിൽസിലൂടെ എയർ എടുക്കുമ്പം അടുത്തത് ആ എയർ എത്തുന്നത് ഒരു ക്യാവിറ്റിക്ക് അകത്താണ്, അല്ലെങ്കിൽ ഒരു ചേംബറിന്റെ അകത്താണ്. ഈ ചേംബറിനെയാണ് നമ്മൾ നെയ്സൽ ക്യാവിറ്റി അല്ലെങ്കിൽ നെയ്സൽ ചേംബർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് നെയ്സൽ ക്യാവിറ്റി അല്ലെങ്കിൽ നെയ്സൽ ചേംബർ എന്ന് നമ്മൾ പറയും. ഓക്കെ, എന്നിട്ട് അപ്പം നമ്മൾ അടുത്തത് എന്തെഴുതണം? അടുത്തത് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് കഴിഞ്ഞാൽ നെയ്സൽ ചേംബർ അല്ലെങ്കിൽ നെയ്സൽ ക്യാവിറ്റി എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ നെയ്സൽ ക്യാവിറ്റി കഴിഞ്ഞാൽ പിന്നീട് ഏത് സ്ട്രക്ചറിലേക്കാണ് എത്തുന്നത് നോക്ക്. പിന്നീട് എത്തുന്നത് നിങ്ങളുടെ ത്രോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്കാണ്. ഈ ത്രോട്ട് എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ ബക്കൽ ക്യാവിറ്റി, നമ്മുടെ വായയുടെ ഒക്കെ ബാക്ക് വശം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ. എന്താ ആ ഭാഗത്തിന്റെ പേര് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഫാരിങ്സ്. ഫാരിങ്സ്. അപ്പം എങ്ങോട്ടേക്കാണ് എത്തുന്നത്? ഫാരിങ്സിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഈ ഫാരിങ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്ക്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തിലൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? മൗത്തിൽ ഭക്ഷണം കഴിക്കുകയാണെന്ന്, മൗത്തിലൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം എത്തുന്നത് ബക്കൽ ക്യാവിറ്റിയിലാണ്. ശരിയല്ലേ? അപ്പൊ ഈ ബക്കൽ ക്യാവിറ്റിയിൽ എത്തുന്ന ഭക്ഷണവും എങ്ങോട്ട് തന്നെയാണ് എത്തുന്നത്? ഫാരിങ്സിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പൊ ഈ ഫാരിങ്സിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസവും എയറും അതേപോലെ നിങ്ങൾ കഴിക്കുന്ന ഫുഡും എത്തിച്ചേരുന്ന ഒരു കോമൺ പോയിന്റ് ആണ് ഫാരിങ്സ്. മനസ്സിലായോ? അപ്പം ഫുഡും എയറും കൂടെ എത്തിച്ചേരുന്ന ഒരു കോമൺ പോയിന്റ് ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ. അപ്പൊ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നോക്ക്, ഞാൻ എന്താ കോംപ്ലിക്കേഷൻ എന്നുള്ളത് പറഞ്ഞുതരാം. ഞാനിപ്പോ ഈ വരയ്ക്കുന്നതാണ് ഫാരിങ്സ് എന്ന് പറഞ്ഞ ആ ഒരു റീജിയൻ അല്ലെ. ഈ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നമ്മളുടെ തൊണ്ട എന്നൊക്കെ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും വിക്സ് പോലെയുള്ള മരുന്നൊക്കെ അല്ലെങ്കിൽ ഗുളികയൊക്കെ കുടിച്ചതിന് ശേഷം, മിഠായി ഒക്കെ തിന്നതിന് ശേഷം നമ്മളിങ്ങനെ ശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു തണുപ്പ് കിട്ടാറില്ലേ? ആ കിട്ടുന്ന ഭാഗമാണ് ഫാരിങ്സ്. നമ്മുടെ തൊണ്ടയാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ ഫാരിങ്സ് എന്ന് പറഞ്ഞ ഭാഗം ഞാൻ വരച്ചു. ഇനി ഫാരിങ്സിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാരിങ്സിൽ നമ്മൾ പ്രത്യേകത പറഞ്ഞത് എന്താ? ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അപ്പൊ അതിനുശേഷം ഫുഡിന് പോവാനും അതുപോലെ തന്നെ എയറിന് പോവാനും ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള 2 പാത്വേസ് ആണുള്ളത്. ശരിയാണല്ലോ? അപ്പം അടുത്ത പാത്വേ, അതായത് നമ്മളുടെ എയറിന് പോവാനുള്ള പാത്വേ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താണ്? ട്രക്കിയയാണ്. ട്രക്കിയയിലൂടെയാണ് ലങ്സിലേക്ക് എയർ പാസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഫുഡിന് പോവാനുള്ള പാത്വേ എന്ന് പറയുന്നത് എന്താണ്? ഈസോഫാഗസ് ആണ്. ശരിയല്ലേ? അപ്പം ഈ ഫാരിങ്സ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിലേക്ക് 2 ആൾക്കാരും എത്തുന്നുണ്ട്. ഫുഡും എത്തുന്നുണ്ട്, അതുപോലെ തന്നെ എയറും എത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എന്താ കോംപ്ലിക്കേഷൻ? ഇൻ കേസ് ട്രക്കിയയിലേക്ക് എങ്ങാനും ഫുഡ് പാർട്ടിക്കിൾസ് പോവുകയാണെന്നുണ്ടെങ്കിൽ there will be a complication. നമ്മളുടെ ലങ്സിലേക്ക് എന്തെത്തും? ഫുഡ് എത്തും. അപ്പം അത് നമ്മൾ മരണപ്പെടാൻ വരെയുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഫുഡ് എങ്ങോട്ടേക്ക് മാത്രമേ പോവാൻ പാടുള്ളൂ? ഈസോഫാഗസിലോട്ട് മാത്രമേ പോവാൻ പാടുള്ളൂ. എങ്ങോട്ടേക്ക് കയറാൻ പാടില്ല? ട്രക്കിയയിലേക്ക് കയറാൻ പാടില്ല. അപ്പൊ ഈ ട്രക്കിയന്റെ ഓപ്പണിംഗ് ഇല്ലേ, ഈ ആ ഓപ്പണിങ്ങിന്റെ പേരെന്താണ്? ആ ഓപ്പണിങ്ങിന്റെ പേര് ഇതാ, ട്രക്കിയന്റെ ഓപ്പണിംഗ് ഓഫ് ട്രക്കിയ ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. അപ്പൊ ഈ ഗ്ലോട്ടിസിന്റെ അകത്തേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കവറിങ് ഈ ഗ്ലോട്ടിസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഞാനത് വരയ്ക്കാൻ പോവാണ്. ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള തിന്നായിട്ടുള്ള
കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കവറിങ് ഉണ്ട്. ഈ കവറിങ്ങിന്റെ പേരാണ് ഗ്ലോട്ടിസ് കവർ ചെയ്യുന്ന കവറിങ്. അതിന്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസിന്റെ 3 പ്രത്യേകത എന്തൊക്കെയാന്ന് ചോദിച്ചാല്, ഒന്ന്, ഇയാള് ഭയങ്കര തിന്നാണ്, തിക്നെസ് ഭയങ്കര കുറവാണ്, തിന്നാണ്, സ്ട്രെച്ചബിൾ ആണ്, ഇലാസ്റ്റിക് ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചാല് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജിനസ് ആണ്, കാർട്ടിലേജിനസ് ആണ്. ക്ലിയർ ആണല്ലോ? സോ ട്രക്കിയന്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഗ്ലോട്ടിസ് ഈസ് കവേർഡ് വിത്ത് എ തിൻ ഇലാസ്റ്റിക് ആൻഡ് കാർട്ടിലേജിനസ് സ്ട്രക്ചർ കോൾഡ് എപ്പിഗ്ലോട്ടിസ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ സ്വാലോ ചെയ്യുന്ന സമയത്ത്, ഭക്ഷണം ഇറക്കുന്ന സമയത്ത് ഈ വരുന്ന നമ്മളുടെ ഫാരിങ്സിലേക്ക് എത്തിയ ഫുഡ് പാർട്ടിക്കിൾസ് സ്വാലോ ചെയ്യുന്ന സമയത്ത് ഈസോഫാഗസിലേക്ക് മാത്രമേ പോവാവൂ. എങ്ങോട്ടേക്ക് പോകാൻ പാടില്ല? ട്രക്കിയയിലേക്ക് എൻട്രി ചെയ്യാൻ പാടില്ല. അതായത് ഗ്ലോട്ടിസിന്റെ അകത്തേക്ക് കയറാൻ പാടില്ല. ട്രക്കിയന്റെ അകത്തേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻറ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ അത് എപ്പിഗ്ലോട്ടിസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് നമുക്ക് ഇവിടെ ഫാരിങ്സിന്റെ ഒരു ഡീറ്റെയിൽസ് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫാരിങ്സ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈസോഫാഗസിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് നമ്മളുടെ ഈ ചാപ്റ്ററിൽ പെട്ടതല്ല. അപ്പൊ ഇനി നമുക്ക് അടുത്തത് എന്താ പഠിക്കാനുള്ളത്? അടുത്തത് നമ്മളുടെ ട്രക്കിയന്റെ, ഇനി അടുത്തത് ട്രക്കിയാണ്. പക്ഷെ ട്രക്കിയ തുടങ്ങുന്നതിന്റെ മുന്നേ ട്രക്കിയന്റെ മുകളിൽ ഒരു കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ഉണ്ട് കോൾഡ്, ആ സ്ട്രക്ചറിന്റെ പേരാണ് ലാരിങ്സ്. ലാരിങ്സ്. അപ്പം ഫാരിങ്സ് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കാണ് നമ്മളുടെ എയർ മൂവ് ചെയ്യുന്നത്? എയർ മൂവ്സ് ഡൗൺ ഇൻ ടു ലാരിങ്സ്. ലാരിങ്സ് എന്ന് പറയുന്നത് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ് ആണ്, ഒരു കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ സ്ട്രക്ചർ ആണ്. ഈ ലാരിങ്സിന്റെ അകത്താണ് വോക്കൽ കോഡ് ഉള്ളത്. ഓക്കെ, അപ്പം ലാരിങ്സിന്റെ മറ്റൊരു പേരാണ് സൗണ്ട് ബോക്സ് എന്ന് പറയും. സൗണ്ട് ബോക്സ്. എങ്ങനെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഞാൻ അകത്തേക്ക് എടുത്ത എയർ എക്സ്പയർ ചെയ്യുന്ന സമയത്ത്, പുറത്തു കൂടെ പോകുന്ന സമയത്ത് ഈ കാർട്ടിലേജിനസ് ബോക്സ് ആയിട്ടുള്ള ലാരിങ്സിന്റെ അകത്തുള്ള വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പം ലാരിങ്സ് ആണ് അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലാരിങ്സിന്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇനി നമുക്ക് ആരെ കാണാൻ പറ്റുക? ട്രക്കിയ കാണാൻ പറ്റുക. അപ്പം അടുത്ത സ്ട്രക്ചർ എന്താണ്? അടുത്ത സ്ട്രക്ചർ ആണ് ട്രക്കിയ. ഓക്കെ, സോ അടുത്ത സ്ട്രക്ചർ ആണ് ട്രക്കിയ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതണം അല്ലെ, ട്രക്കിയ എന്ന് എഴുതണം. ട്രക്കിയ എന്ന് പറയുന്ന ആളുടെ വേറൊരു പേരാണ് വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് എന്ന് പേരുണ്ട്. വിൻഡ് പൈപ്പ്. എന്തുകൊണ്ടാണ് വിൻഡ് പൈപ്പ് എന്ന് പേര്? ഇതിന്റെ അകത്ത് കൂടെ ശക്തമായിട്ടുള്ള വിൻഡാണ് കടന്നു പോകുന്നത്. നമ്മൾ എടുക്കുന്ന എയർ കടന്നു പോകുന്ന ഒരു മേജർ പൈപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഇയാളെ വിൻഡ് പൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ട്രക്കിയ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നു. ട്രക്കിയ എന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അയാള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ട്രക്കിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ഈ ഡിവിഷൻ ചെയ്തിട്ടുണ്ടാവുന്ന, അതായത് ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുന്ന ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് പ്രൈമറി ബ്രോങ്കൈ. പ്രൈമറി ബ്രോങ്കൈ. ബ്രോങ്കസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ബ്രോങ്കൈ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ്. ഓക്കെ, അപ്പൊ ട്രക്കിയ ഡിവൈഡ്സ് ഇൻ ടു 2 പ്രൈമറി ബ്രോങ്കൈ എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാല്, എവിടെ വെച്ചിട്ടാണ് ഈ ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നത്? ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നത് എവിടെയോ ഒരു പോയിന്റിലല്ലേ? ഈ ഒരു ഹൈറ്റിലല്ലേ ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നത്? എന്റെ ട്രക്കിയ ഇതിലൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഏതോ ഒരു പോയിന്റില് ട്രക്കിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റിലാണ് എന്ന് ചോദിച്ചാല് എവിടെയാ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കാന്നറിയോ? നമ്മളുടെ വെർട്ടിബ്രൽ കോളം, നട്ടെല്ലിന്റെ പൊസിഷൻ ആണ് നമ്മൾ അതിന്റെ പൊസിഷൻ ആയിട്ട് പറയാ. അപ്പൊ നട്ടെല്ലിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് നമുക്കറിയാം, ഈ ഭാഗം നട്ടെല്ലിന്റെ പേരെന്താണ്? അവിടുത്തെ പേരാണ് സെർവിക്കൽ വെർട്ടിബ്രേ. അതിന്റെ താഴെയുള്ള നട്ടെല്ലിന്റെ പേരാണ് തൊറാസിക് വെർട്ടിബ്രേ. അഞ്ചാമത്തെ തൊറാസിക് വെർട്ടിബ്രേ. എവിടെയാണ് നമ്മളുടെ ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് നമുക്ക് പറയാൻ പറ്റും, ഞാൻ ഈ ലൈൻ ഇട്ട സ്ഥലത്താ. അത് എവിടെയാന്ന് ചോദിച്ചാല് 5th തൊറാസിക് വെർട്ടിബ്രയിൽ വെച്ചിട്ടാണ്. T5 എന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ ഫുൾ എഴുതുകയാണെങ്കിൽ 5th തൊറാസിക് വെർട്ടിബ്രേ. 5th തൊറാസിക് വെർട്ടിബ്രയിൽ വെച്ചിട്ടാണ് ഇയാള് ഡിവൈഡ് ചെയ്യുന്നത്. ആര് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മളുടെ ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ നമ്മൾ T5 വെച്ചിട്ടാണെന്നൊക്കെ ടെക്നിക്കലി പറയാറുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ട്രക്കിയ ഡിവൈഡ് ചെയ്ത് 2 പ്രൈമറി ബ്രോങ്കൈ ആയി മാറി. ഓക്കെ, ഇനി ഈ പ്രൈമറി ബ്രോങ്കൈ എഗൈൻ ഡിവൈഡ് ചെയ്തു.
ഈ പ്രൈമറി ബ്രോങ്കൈ എഗെയിൻ ഡിവൈഡ് ചെയ്തു. അതിനനുസരിച്ച് ഓരോ പ്രാവശ്യം ട്രക്കിയെ ഡിവൈഡ് ചെയ്ത് പ്രൈമറി ബ്രോങ്കൈ ആകുമ്പോൾ അയാളുടെ ഡയമീറ്റർ കുറയുന്നുണ്ട്. ആൻഡ് പ്രൈമറി ബ്രോങ്കൈ ഡിവൈഡ് ചെയ്തു. ഇനി അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ആരാണ്? അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് സെക്കൻഡറി ബ്രോങ്കൈ ആണ്. ഓക്കെ, സെക്കൻഡറി ബ്രോങ്കൈ ആണ്. അപ്പം ട്രക്കിയ ഡിവൈഡ് ചെയ്തതിന് ശേഷം ആരായി മാറി? പ്രൈമറി ബ്രോങ്കൈ ആയി മാറി. ആൻഡ് അഗെയിൻ പ്രൈമറി ബ്രോങ്കൈ ഡിവൈഡ് ചെയ്തു, സെക്കൻഡറി ബ്രോങ്കൈ ആയി മാറി. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി ബ്രോങ്കൈക്കാണോ സെക്കൻഡറി ബ്രോങ്കൈക്കാണോ ഡയമീറ്റർ കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? തീർച്ചയായിട്ടും അതായിരിക്കാണ്, പ്രൈമറി ബ്രോങ്കൈക്കാണ്. സെക്കൻഡറി ബ്രോങ്കൈക്ക് ഡയമീറ്റർ കുറഞ്ഞു. ക്ലിയർ? അപ്പൊ ഇനി സെക്കൻഡറി ബ്രോങ്കൈ കിട്ടി. സെക്കൻഡറി ബ്രോങ്കൈ എഗെയിൻ ഡിവൈഡ് ചെയ്തു. സെക്കൻഡറി ബ്രോങ്കൈ എഗെയിൻ ഡിവൈഡ് ചെയ്താൽ അതിനെയും കാട്ടിലും നാരോ ഡയമീറ്റർ ഉള്ള ഒരു ട്യൂബാണ് കിട്ടുക. എന്താ ആ ട്യൂബിന്റെ പേര് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് ടെർഷ്യറി ബ്രോങ്കൈ. ടെർഷ്യറി ബ്രോങ്കൈ. അപ്പം അടുത്ത സെക്കൻഡറി ബ്രോങ്കൈ കഴിഞ്ഞാൽ പിന്നെ ആരാടാ? ടെർഷ്യറി ബ്രോങ്കൈ ആണ്. ടെർഷ്യറി ബ്രോങ്കൈ. ഓക്കെ, ടെർഷ്യറി ബ്രോങ്കൈ കിട്ടി. ഇനി ഈ ടെർഷ്യറി ബ്രോങ്കൈ എഗെയിൻ ഡിവൈഡ് ചെയ്തു. വീണ്ടും മൈന്യൂട്ട് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ട്യൂബായി മാറി. ഈ നാരോ ട്യൂബിനെ നമ്മൾ എന്താ വിളിക്കുക എന്നറിയോ? ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് എന്നാ വിളിക്കുക. ഇയാളെ ഫർദർ ഡിവൈഡ് ചെയ്തു. ഫർദർ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഉണ്ടായ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് എന്ന് പറയാ. എന്താ വിളിക്കല്? ഇനീഷ്യൽ ബ്രോങ്കിയോൾസ്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് ഉണ്ടായി. അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് ആണ് അല്ലെ? ഇനി ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് ഫർദർ ഡിവൈഡ് ചെയ്യും. അയാൾ എന്തായി മാറും? ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് ഫർദർ ഡിവൈഡ്സ് ഇൻടു ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അതും കൂടെ ഇവിടെ വെറുതെ ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെർമിനൽ ബ്രോങ്കിയോൾസ് ഓരോന്നും ഫൈൻ ഡിവിഷൻസ് ആയി മാറും. ഇനി ഞാൻ കാര്യമായിട്ട് ഡിവിഷൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ടെർമിനൽ ബ്രോങ്കിയോൾസ്. അപ്പൊ ഈ ടെർമിനൽ ബ്രോങ്കിയോൾസിന്റെ അവസാനം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഈ ബലൂൺ ലൈക്ക് സ്ട്രക്ചറിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ശരിയല്ലേ? ഈ ബലൂൺ ലൈക്ക് സ്ട്രക്ചറിന്റെ പേരാണ് ആൽവിയോളസ്. ആൽവിയോളസ് ഈസ് സിംഗുലർ, ആൽവിയോള ഈസ് പ്ലൂരൽ. അപ്പൊ അവസാനം നമ്മൾ എത്തുന്നത് എങ്ങോട്ടേക്കാണ്? ആൽവിയോളസിലേക്കാണ്. ഓക്കെ, അപ്പൊ നോക്ക്. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിയിട്ടുണ്ട്? ടെർമിനൽ ബ്രോങ്കിയോൾസിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ടെർമിനൽ ബ്രോങ്കിയോൾസ് കഴിഞ്ഞാൽ അടുത്തത് ഞാൻ എന്താന്നാ പറഞ്ഞത്? ആൽവിയോളയാണ്. അപ്പൊ നോക്ക്, ഇപ്പം ഒരു ടെർമിനൽ ബ്രോങ്കിയോൾ ഞാൻ ഇവിടെ എടുക്കുകയാണ്. അയാൾ നേരിട്ട് ആൽവിയോളയിലേക്ക് കണക്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഓരോ ആൽവിയോളയിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു ആൽവിയോളാർ ഡെക്റ്റ് ഉണ്ടായിരിക്കും. തൽക്കാലം ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെർമിനൽ ബ്രോങ്കിയോൾ കഴിഞ്ഞിട്ട് എയർ ആൽവിയോളാർ ഡെക്റ്റിലൂടെ മാത്രമേ ആൽവിയോളസിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ ആൽവിയോളയിലേക്ക് എത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ടെർമിനൽ ബ്രോങ്കിയോൾ കഴിഞ്ഞാൽ അടുത്തത് എയർ എങ്ങോട്ടേക്കാണ് എത്തുക? അടുത്തത് എത്താൻ പോകുന്നത് ആൽവിയോളാർ ഡെക്റ്റ്. ആൽവിയോളാർ ഡെക്റ്റിലേക്കാണ് എത്തുന്നത്. ആൽവിയോളാർ ഡെക്റ്റ് കഴിഞ്ഞിട്ട് ഫൈനലി എങ്ങോട്ടേക്ക് എത്തി? ഒരു ബലൂണ് പോലെയുള്ള സ്ട്രക്ചർ കോൾഡ് ആൽവിയോളയിലേക്ക് എത്തി. എന്താ ആൽവിയോളയിന്റെ റെലവൻസ് എന്ന് പറയുന്നത്? ആൽവിയോളയിലാണ് പ്രൈമറി സൈറ്റ് ഓഫ് ഗാഷിയസ് എക്സ്ചേഞ്ച്. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ആൽവിയോളസിന്റെ അകത്താണ്. ക്ലിയർ ആണല്ലോ? ഇനി ആൽവിയോളയിന്റെ പ്രത്യേകത എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് നോക്കാം. 3 പ്രത്യേകതയാണ് ആൽവിയോളയ്ക്ക് ഉള്ളത്. ഓക്കെ, ആൽവിയോളയിന്റെ 3 പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഇയാളുടെ ഫംഗ്ഷൻ എന്നാ നമ്മൾ പറഞ്ഞത്? എക്സ്ചേഞ്ച് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. അതായത് ഈ പറഞ്ഞ ഗ്യാസുകൾ തമ്മിലുള്ള ഡിഫ്യൂഷൻ നടക്കുന്നത് ആൽവിയോളയിലൂടെ അല്ലേ? അപ്പം ആൽവിയോളസിന്റെ തിക്നെസ് എന്ന് പറയുന്നത് തിന്നായിരിക്കണോ തിക്കാവണോ? ഇറ്റ് ഷുഡ് ബി എക്സ്ട്രീംലി തിൻ. ശരിയല്ലേ? അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇയാള് തിന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആൽവിയോളസിന്റെ ഒക്കെ ചിത്രം, ആൽവിയോളൈന്റെ ഒക്കെ ഫിഗർ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമെന്നേ ഉള്ളൂ. പ്രോപ്പർ ആയിട്ട് നല്ല വട്ടത്തിൽ നമ്മൾ വരയ്ക്കും. പക്ഷെ ആക്ച്വലി ആൽവിയോള എന്ന് പറയുന്നത് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. എങ്ങനെയാ വരയ്ക്കേണ്ടത്? ഇറഗുലർ വാൾഡ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ നമ്മൾ ഭംഗിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊന്നും വരയ്ക്കാറില്ല. ആക്ച്വലി ആൽവിയോളൈന്റെ വാൾ എന്ന് പറയുന്നത് എന്താ? സ്മൂത്ത് ആയിട്ട് റെഗുലർ വാൾ ഉള്ള ആളാണോ? അല്ല. എന്താണ്?
ഇറഗുലർ വാൾ ഉള്ള ആളാണ്. ഇറഗുലർ വാൾസ് ആണ് ആൽവിയോളയ്ക്ക് ഉള്ളത്. എന്തിന് ഇറഗുലർ വാൾ ഉണ്ടാവണം? നമുക്കറിയാം ആൽവിയോളയിലൂടെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഡിഫ്യൂഷൻ കൂടുതൽ നടക്കണമെങ്കിൽ തിക്നെസ് കുറവ് വേണം. ആൻഡ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ഏരിയ കൂടുതൽ വേണം. അപ്പൊ ഇറഗുലർ വാൾസ് ആണെങ്കിൽ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടിയാൽ അത്രയും സർഫസിലൂടെ ഡിഫ്യൂഷനും കൂടും. കൂടുതൽ എഫിഷ്യൻസി ആൽവിയോളസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൽവിയോളസിന്റെ വാൾസ് ആർ ഇറഗുലർ. ഓക്കെ, ഇനി ആൽവിയോളസിന്റെ പണി എന്ന് പറയുന്നത് എന്താ? ഓക്സിജൻ ഡെലിവറി ചെയ്യുക. എങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്യുക? ബ്ലഡ് വെസൽസിലേക്ക് ഡെലിവറി ചെയ്യുക. അപ്പൊ ഇയാൾക്ക് ചുറ്റും ഹൈലി കാപ്പിലറീസ് ഉണ്ടാവൂലേ? ഒരുപാട് ന്യൂമറസ് കാപ്പിലറീസ് ഇയാൾക്ക് ചുറ്റും ഉണ്ടാവും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ആൽവിയോളസിന് ചുറ്റും ഒരുപാട് കാപ്പിലറീസ് ഉണ്ടാവും. ദേ ആർ ഹൈലി വാസ്കുലർ. വാസ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ചുറ്റുവട്ടത്ത് ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഏത് ബ്ലഡ് വെസൽ ഉണ്ടാവുക? ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ്. അതിനാണ് നമ്മൾ ആൽവിയോളാർ കാപ്പിലറീസ് എന്ന് പറയാ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും 3 പ്രത്യേകതകളാണ് ആൽവിയോളയ്ക്ക് ഉള്ളത്. സോ തിന്നാണ്, ഇറഗുലർ വാൾസ് ആണ് ആൻഡ് വാസ്കുലർ ആണ്. ഒരുപാട് ബ്ലഡ് വെസൽസ് ഇവർക്കുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു റെസ്പിറേറ്ററി പാത്വേ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ തുടങ്ങി ആൻഡ് ഗാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്രൈമറി സൈറ്റ് ആയിട്ടുള്ള ആൽവിയോളസ് വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം ഇനി അപ്പൊ ഇത്രയും ഭാഗമാണ് ആക്ച്വലി ഒരു ലങ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലങ്സ് എന്ന് പറഞ്ഞാല്? നോക്ക്, ഈ അടങ്ങി ഇരിക്കുന്ന ഇത്രയും പാർട്ടാണ് ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലങ്സിന്റെ അകത്തേക്ക് കടക്കുന്ന സ്ട്രക്ചർ ഏതാ എന്ന് ചോദിച്ചാല് ട്രക്കിയ ആണോ ലങ്സിന്റെ അകത്തേക്ക് കിടക്കുന്നത്? അല്ല. ആരാണ്? ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന പ്രൈമറി ബ്രോങ്കൈ ആണ്. പ്രൈമറി ബ്രോങ്കൈ എൻറ്റേഴ്സ് ഇൻ ടു ദ ലങ്സ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇതാണ് ലങ്സ് എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ലങ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പെയർ ലങ്സ് ആണുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ലങ്സിനെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ വരച്ചത് ലങ്സ് ആണ്. ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന 2 ലെയറുകൾ ഉണ്ട്. ഞാൻ ഒരു ലങ്സിലേക്ക് അത് വരയ്ക്കാം. ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലെയർ ലങ്സിന് ചുറ്റുവട്ടത്തും ആയിട്ട് ഉണ്ട്. ഓക്കെ, ഇത് ഒരു ലെയർ. അതേപോലെ ഒരു ലെയറും കൂടെ ഉണ്ട്. ഓക്കെ, ഒരു ലെങ്സിലേ ഞാൻ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് ലെങ്സിനും ഇത് തന്നെ ഉണ്ട്. ഞാനിപ്പോ ഇവിടെ ഇടത്തെ ഭാഗത്ത് കാണിക്കുക എന്ന് പറയുന്നത് ഇത് റൈറ്റ് ലെങ്സ് ആണ് ആക്ച്വലി. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ലെങ്സിനെ കവർ ചെയ്യുന്ന 2 ലെയർ മെംബ്രെയിൻ ഉണ്ട്. ആ ലെയർ മെംബ്രെയിൻസിനെയാണ് നമ്മൾ പ്ലൂറൽ മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. ദേ ആർ കോൾഡ് പ്ലൂറൽ മെംബ്രെയിൻസ്. അപ്പൊ 2 മെംബ്രെയിൻ ആവുമ്പോ അതിന്റെ ഇടയിൽ ഒരു ക്യാവിറ്റി ഉണ്ടാവുമല്ലോ, ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ. ആ ക്യാവിറ്റിനെയാണ് നമ്മൾ പ്ലൂറൽ ക്യാവിറ്റി എന്ന് പറയാ. ദേ ആർ കോൾഡ് പ്ലൂറൽ ക്യാവിറ്റി. അപ്പൊ ആ ക്യാവിറ്റിന്റെ അകത്ത് എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒരു ഫ്ലൂയിഡ് ആണുള്ളത്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയാ. അപ്പം ഈ പ്ലൂറൽ ക്യാവിറ്റിന്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ഫ്ലൂയിഡ് എന്നാ പറയാ? പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. സോ ദേ ആർ കോൾഡ് പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താ ഈ പ്ലൂറൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്ലൂറൽ മെംബ്രെയിനും പ്ലൂറൽ ഫ്ലൂയിഡും ഒക്കെ? പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ലങ്സ് ഇങ്ങനെ വലുതാവുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ? അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ തൊറാസിക് ക്യാവിറ്റിന്റെ അകത്തുള്ള ഈ ലങ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ അവിടെ കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും കൺട്രാക്ട് ചെയ്യുമ്പോഴും ഉള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്ലൂറൽ മെംബ്രെയിൻ്റെ അകത്തുള്ള പ്ലൂറൽ ഫ്ലൂയിഡ് ഉള്ളത്. സോ റെഡ്യൂസ് ഫ്രിക്ഷൻ ആണ് ഇയാളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്ത് ഫ്രിക്ഷൻ ആണ്? എപ്പോഴാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്? ലങ്സ് നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ലങ്സ് മൂവ് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഫ്രിക്ഷൻ ഇല്ലാതിരിക്കാനാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? യെസ്. നമ്മളുടെ വീട്ടിലൊക്കെ
വാക്വം ക്ലീനറിന്റെ പൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശരിയല്ലേ? ഇങ്ങനെ ഒരു വാക്വം ക്ലീനറിന്റെ പൈപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പൈപ്പ് എന്ന് പറയുന്നത് നോക്ക്, വാക്വം ക്ലീനറിന്റെ പൈപ്പ് എങ്ങനെ ഉണ്ടാവുക? വെറുതെ ഒരു പൈപ്പ് അല്ല ഉണ്ടാവുക, അതിലൊക്കെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള റിങ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ റിങ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ റിങ് ഇതിന് ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ റിങ്ങും നമുക്ക് കാണാൻ പറ്റും, ശരിയല്ലേ? പ്ലാസ്റ്റിക്കിന്റെ റിങ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് റിങ് ഈ പറയുന്ന നമ്മളുടെ വാക്വം ക്ലീനറിന്റെ പൈപ്പിന് കൊടുത്തത് എന്ന് ചോദിച്ചാല്, എന്താ വാക്വം ക്ലീനറിന്റെ പണി? ശക്തമായിട്ടുള്ള അളവിൽ അതിന്റെ അകത്ത് കൂടെ വിൻഡ് കടന്നു പോവുകയാണല്ലോ, എയർ കടന്നു പോവുകയാണല്ലോ. അപ്പം എയർ ഈ പൈപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ റിങ് ഇട്ടിട്ടില്ല എങ്കിൽ ഈ പൈപ്പ് എന്ത് ചെയ്യുന്നറിയോ? പൈപ്പ് കൊളാപ്സ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഇതിന്റെ അകത്ത് കൂടെ, പൈപ്പിന്റെ അകത്ത് കൂടെ ശക്തമായിട്ടുള്ള വിൻഡ് കടന്നു പോകുമ്പം ഈ പൈപ്പ് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വെച്ചിട്ടുള്ളത്? അവിടെ ഒരു പ്ലാസ്റ്റിക് റിങ് വെച്ചിട്ടുള്ളത്. സിമിലർലി നമ്മൾക്ക് ഉണ്ടല്ലോ ഒരു വിൻഡ് പൈപ്പ്. എന്താ വിൻഡ് പൈപ്പിന്റെ പേര്? ട്രക്കിയ. ട്രക്കിയന്റെ അകത്ത് കൂടെ ശക്തമായിട്ട് കാറ്റ് പോകുന്നുണ്ട്, എയർ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ആ എയർ മൂവ് ചെയ്യുമ്പം ട്രക്കിയ കൊളാപ്സ് ചെയ്യും. അങ്ങനെ ട്രക്കിയ കൊളാപ്സ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ റിങ് നമ്മളുടെ ട്രക്കിയക്ക് ചുറ്റുമുണ്ട്. മനസ്സിലായോ? പക്ഷെ ട്രക്കിയന്റെ ചുറ്റുമുള്ള റിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വാക്വം ക്ലീനറിന്റെ ചുറ്റുമുള്ള റിങ് ഞാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു സർക്കിൾ ആയിട്ടുള്ള റിങ്ങാ കാണാൻ പറ്റുക. പക്ഷേ നമ്മളുടെ ട്രക്കിയക്ക് ചുറ്റുമുള്ള റിങ്ങിന്റെ ഒരു ഷേപ്പ് എന്താന്ന് നോക്കിയാൽ ഇൻകംപ്ലീറ്റ് റിങ് ആണ്, അല്ലെങ്കിൽ സി ഷേപ്ഡ്. ഈ ഷേപ്പിന് നമ്മൾ എന്താ പറയാ? സി ഷേപ്ഡ് റിങ് ആണ്. അപ്പൊ ട്രക്കിയക്ക് ചുറ്റുമുള്ള റിങ്ങിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സി ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻകംപ്ലീറ്റ് റിങ്സ് ആണ് എന്ന് പറയാൻ പറ്റും, ശരിയല്ലേ? ഇൻകംപ്ലീറ്റ് റിങ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഇൻകംപ്ലീറ്റ് എന്ത് റിങ്സ്? ഈ റിങ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? പ്ലാസ്റ്റിക് കൊണ്ടാണോ? അല്ല, കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. സി ഷേപ്പ് കാർട്ടിലേജിനസ് റിങ്സ് ആർക്ക് ചുറ്റും കാണാൻ പറ്റും? ട്രക്കിയക്ക് ചുറ്റും കാണാൻ പറ്റും. അപ്പൊ നമ്മളുടെ ട്രക്കിയ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ട്രക്കിയ അയാൾക്ക് ചുറ്റുവട്ടത്തും എന്തുണ്ട്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് ആയിട്ടുള്ള റിങ്ങുകൾ ഉണ്ട്. മനസ്സിലായോ? റിങ്ങുകൾ ഉണ്ട്. ഇത് ട്രക്കിയയില് മാത്രമാണോ ഉള്ളത്? ട്രക്കിയയില് മാത്രമല്ല. ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ട് പ്രൈമറി ബ്രോങ്കൈ ഉണ്ടായില്ലേ? പ്രൈമറി ബ്രോങ്കൈക്ക് ഉണ്ട്. അതേപോലെ പ്രൈമറി ബ്രോങ്കൈ കഴിഞ്ഞിട്ട് സെക്കൻഡറി ബ്രോങ്കൈ ഉണ്ടായില്ലേ? സെക്കൻഡറി ബ്രോങ്കൈയിലും ഉണ്ട്. സെക്കൻഡറി ബ്രോങ്കൈ കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ടേർഷ്യറി ബ്രോങ്കൈ ഉണ്ടായില്ലേ? ടേർഷ്യറി ബ്രോങ്കൈയിലും ഉണ്ട്. പിന്നെ ആരാ ഉണ്ടായത്? ഇനീഷ്യൽ ബ്രോങ്കിയോൾസ്. അപ്പം ഇനീഷ്യൽ ബ്രോങ്കിയോൾസിലും ഇയാള് ഉണ്ട്. എവിടെ ഇല്ല? ടെർമിനൽ ബ്രോങ്കിയോൾസ് പിന്നെ തൊട്ട് അങ്ങോട്ടേക്ക് ഇല്ല. പിന്നെ ആരൊക്കെയുള്ളത്? ടെർമിനൽ ബ്രോങ്കിയോൾസ്, ആൽവിയോളാർ ഡക്റ്റ് ആൻഡ് ആൽവിയോളെ. ഈ പറയുന്ന മൂന്നാൾക്കാർക്ക് ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ് എന്തിനു വേണ്ടിയിട്ടാണ്? എയർ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റെസ്പിറേറ്ററി പാത്വേ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ട്രക്കിയനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ട്രക്കിയ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ കാര്യം? അപ്പൊ നോക്ക്, അപ്പം നമ്മളുടെ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ് ഒറിജിനലി ഒരു ഫിഗർ പോലെ ഞാൻ കാണിച്ചാണ്, ഡയഗ്രം ഞാൻ കാണിച്ചതാണ്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സി ഷേപ്ഡ്, അതായത് ഇൻകംപ്ലീറ്റ് മെയ്ഡപ്പ് ഓഫ് കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു റിങ് കാണാൻ പറ്റും. ഫ്രം ട്രക്കിയ ടു ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് വരെ ഈ പറയുന്ന ആള് ഉണ്ട്. അപ്പം എവിടെയൊക്കെ നമ്മൾ നേരത്തെ വരച്ച പാത്വേ ആണ്, റെസ്പിറേറ്ററി പാത്വേ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എവിടെയൊക്കെ ഈ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഫ്രം ട്രക്കിയ ടു പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ, ഇനീഷ്യൽ ബ്രോങ്കിയോൾസ്, ഇത്രയും ആളുകൾക്ക് എന്ത് കാണാൻ പറ്റും? നമ്മളുടെ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോ ഞാൻ അതൊന്ന് ഇവിടെ എഴുതാം. ഇത്രയും ആളുകൾക്ക് ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ്, ഇൻകംപ്ലീറ്റ് റിങ്സ് എന്ന് ഞാൻ എഴുതുന്നത്, ഇൻകംപ്ലീറ്റ് റിങ്സ് കാണാൻ പറ്റും. ടെർമിനൽ ബ്രോങ്കിയോൾസിന് കാണാൻ പറ്റുമോ? ടെർമിനൽ ബ്രോങ്കിയോൾസിന് കാണാൻ പറ്റൂല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നോക്ക്, ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഈ കാണുന്ന പാത്വേ ആണ് ആക്ച്വലി റെസ്പിറേറ്ററി പാത്വേ. അത് എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ നിന്നും തുടങ്ങി ഫൈനലി
എവിടെ വരെ എത്തുന്നുണ്ട്? ആൽവിയോളസ് വരെ എത്തുന്നുണ്ട്. അപ്പം ഈ ഒരു റെസ്പിറേറ്ററി പാത്വേനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഈ കാണുന്നത് ആക്ച്വലി ആരാണ്? ദേ ആർ റെസ്പിറേറ്ററി പാത്വേ. റെസ്പിറേറ്ററി പാത്വേ ആണ്. ഈ റെസ്പിറേറ്ററി പാത്വേനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ രണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത്? ഒന്ന് കണ്ടക്റ്റിംഗ് പാർട്ട്, കണ്ടക്റ്റിംഗ് പാർട്ട് ആൻഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടക്റ്റിംഗ് പാർട്ട് ആൻഡ് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് പാർട്ട്. എക്സ്ചേഞ്ച് പാർട്ട്, കണ്ടക്റ്റിംഗ് പാർട്ട് ആൻഡ് എക്സ്ചേഞ്ച് പാർട്ട്. നോക്ക്, ഈ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് നെയ്സൽ ചാമ്പറിൽ വന്നു, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ, ഇനീഷ്യൽ ബ്രോങ്കിയോൾസ്, ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ, എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ നമ്മൾ എയറിന്റെ ഒരു വേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പോകുന്ന ഒരു വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ എവിടെയും കണ്ടക്ഷൻ അല്ലാതെ, എയറിന്റെ കണ്ടക്ഷൻ അല്ലാതെ എക്സ്ചേഞ്ച് എവിടെയും നടക്കുന്നില്ല. ഒരു എക്സ്ചേഞ്ചും നടക്കുന്നില്ല. ജസ്റ്റ് കണ്ടക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആ പാർട്ടിനെയാണ് നമ്മൾ കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയാം. അപ്പൊ ഏത് പാർട്ടാണ് കണ്ടക്റ്റിംഗ് പാർട്ട്? ഫ്രം എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ടു ടെർമിനൽ ബ്രോങ്കിയോൾസ്, ദേ ആർ കോൾഡ് കണ്ടക്റ്റിംഗ് പാർട്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, എവിടെയാണ് കണ്ടക്റ്റിംഗ് പാർട്ട്? എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ടു ടെർമിനൽ ബ്രോങ്കിയോൾസ്. ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്തിൽ പെട്ട ആളാണ്? ടെർമിനൽ ബ്രോങ്കിയോൾസ് കണ്ടക്റ്റിംഗ് പാർട്ടിൽ പെട്ട ആളാണ്. അപ്പൊ നമ്മൾ കണ്ടക്റ്റിംഗ് പാർട്ട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടാണ് എക്സ്ചേഞ്ച് പാർട്ട്. അപ്പം എക്സ്ചേഞ്ച് പാർട്ടിൽ ആരാ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ആൽവിയോളാർ ഡക്റ്റ് ആൻഡ് ആൽവിയോളൈ. അപ്പം ആരൊക്കെയുള്ളത്? ആൽവിയോളാർ ഡക്റ്റ് ആൻഡ് ആൽവിയോളൈ. അപ്പൊ എന്താ ഈ ആൽവിയോളാർ ഡക്റ്റിന് എക്സ്ചേഞ്ച് പാർട്ട്? ദ ടേം എക്സ്ചേഞ്ച്, എന്താ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ടല്ലോ, എക്സ്ചേഞ്ച് പാർട്ട് ആൽവിയോളാർ ഡക്റ്റ് ആൻഡ് ആൽവിയോളൈ. ശരിയല്ലേ? ആൽവിയോളാർ ഡക്റ്റ് ആൻഡ് ആൽവിയോളൈ. അപ്പൊ എന്താണ് എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയാൻ കാരണം? അല്ലെങ്കിൽ വേറൊരു പാർട്ട് ഒന്നും പറയാറുണ്ട്, വേറൊരു പേരും പറയാറുണ്ട്, എക്സ്ചേഞ്ച് പാർട്ട് ഓർ റെസ്പിറേറ്ററി പാർട്ട്. റെസ്പിറേറ്ററി പാർട്ട് എന്നും പറയാറുണ്ട്. അപ്പം എന്താണ് എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറഞ്ഞാല്? ഇവിടെ വെച്ചാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാർട്ട് എന്ന് പറയാൻ കാരണം ഇവിടെ വെച്ചാണ് ഗ്യാസുകൾ തമ്മിലുള്ള ഡിഫ്യൂഷൻ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രൈമറി സൈറ്റ് ഫോർ ഗ്യാസിയസ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും മാറി ആൽവിയോളാർ ഡക്റ്റ് എന്ന് പറയരുത്. തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? ആൽവിയോളൈ ആണ്. ആൽവിയോളാർ ഡക്റ്റിലൂടെയും ചെറിയ തോതിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം ഇനി നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇയാളെ റെസ്പിറേറ്ററി പാർട്ട് എന്ന് വിളിക്കാനുള്ള കാരണം. അവിടെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. മനസ്സിലായല്ലോ? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എക്സ്ചേഞ്ച് പാർട്ടിലാണ്. ഓക്കെ, ഇനി എന്താണ് ഈ കണ്ടക്ഷൻ പാർട്ടിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? എന്താണ് കണ്ടക്ഷൻ പാർട്ടിന്റെ റോൾ എന്ന് പറയുന്നത്? അപ്പൊ 3 ഫങ്ഷൻസ് നമുക്ക് ഇയാളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? കണ്ടക്ഷൻ ഓഫ് എയർ. എയറിനെ ഇയാൾ കണ്ടക്ട് ചെയ്യും. നമ്മുടെ അറ്റ്മോസ്ഫിയറിന് എക്സ്റ്റേണൽ നോസ്ട്രിൽസിലൂടെ വലിച്ചെടുത്ത് ആൽവിയോളൈ വരെ എത്തിച്ചാൽ മാത്രമല്ലേടാ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുള്ളൂ. അതിന് വരെ എയറിനെ ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? അതുവരെ എയറിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ കണ്ടക്ഷൻ ഓഫ് എയർ ഇൻടു ആൽവിയോളൈ. ആൽവിയോളൈ വരെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ നമ്മളിപ്പോ കണ്ടേ കണ്ടക്റ്റിംഗ് പാർട്ടാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വലിച്ചെടുക്കുന്ന, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എയറിന്റെ ഹ്യൂമിഡിറ്റി കൂട്ടും. അതായത് ആ എയറിന്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റ് ആൽവിയോളസിൽ എത്തുമ്പോഴേക്കും കൂടിയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹ്യൂമിഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കുക. നമ്മൾ കാശ്മീരൊക്കെ പോലെയുള്ള ഭയങ്കര -°C ഒക്കെ ഉള്ള വളരെ തണുപ്പുള്ള സ്ഥലത്ത് പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്ന എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത്രയും ഭയങ്കര തണുത്ത -something° ഉള്ള എയർ തന്നെയായിരിക്കും. ആ എയർ നേരിട്ട് നമ്മളുടെ ആൽവിയോളസിലേക്ക് എത്തുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽവിയോളസിന്റെ വാൾസ് ഒക്കെ അത് ഡാമേജ് ആക്കും.
അതൊരിക്കലും നമുക്ക് സംഭവിക്കില്ല. നമ്മൾ സേഫ് ആണ്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ആ തണുത്ത എയർ വലിച്ചെടുത്തു എന്ന് വിചാരിക്കുക. അത് ആൽവിയോളസിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ഈ കണ്ടക്റ്റിംഗ് പാർട്ടിലൂടെ അത്രയും കടന്നു പോയതിനു ശേഷം മാത്രമല്ലേ ആൽവിയോളസിലേക്ക് എത്തുള്ളൂ. അപ്പോഴേക്കും നമ്മൾ വലിച്ചെടുത്ത എയറിന്റെ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും കണ്ടക്റ്റിംഗ് പാർട്ട്. മനസ്സിലായോ? അപ്പം എയറിന്റെ ടെമ്പറേച്ചർ എന്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കും? ബോഡി ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കും. ബോഡി ടെമ്പറേച്ചറിൽ എത്തിക്കുന്ന പണിയും കണ്ടക്റ്റിംഗ് പാർട്ടിന്റെയാണ്. അപ്പം കണ്ടക്റ്റിംഗ് പാർട്ടിന് 3 റോൾ ഉണ്ട്. അത്ര നിസ്സാരക്കാരനല്ല. ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് ആൽവിയോളസിലേക്ക് എക്സ്ചേഞ്ച് പാർട്ടിലേക്ക് എയറിനെ കണ്ടക്ട് ചെയ്യുന്നത് കണ്ടക്റ്റിംഗ് പാർട്ടാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വലിച്ചെടുക്കുന്ന എയറിന്റെ ഹ്യൂമിഡിറ്റി കൂട്ടും. ആൻഡ് മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വലിച്ചെടുക്കുന്ന എയറിന്റെ ടെമ്പറേച്ചറിനെ ബോഡി ടെമ്പറേച്ചറിലേക്ക് എത്തിക്കും. എവിടെ എത്തുന്നതിന്റെ മുന്നേ തന്നെ? നമ്മളുടെ ആൽവിയോളയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ തന്നെ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ഫ്ലോ ഡയഗ്രാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഈ റെസ്പിറേറ്ററി പാത്വേനെ. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ ആരാണ്? കണ്ടക്റ്റിംഗ് പാർട്ടാണ്. എക്സ്ചേഞ്ച് പാർട്ടില് ആൽവിയോളാർ ഡക്റ്റും ആൻഡ് ആൽവിയോളാർ ഡക്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ? ആൽവിയോളാർ ഡക്റ്റ് ആൻഡ് ആൽവിയോളാർ ഡക്റ്റ് ആൻഡ് ആൽവിയോളൈ ആണ് ഉള്ളത്. സോ ഇനി നമ്മൾ പഠിച്ചു ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ് എവിടെയൊക്കെ ഉള്ളതെന്ന് പഠിച്ചു. ട്രക്കിയ മുതൽ ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് വരെയാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഫ്ലോ ഡയഗ്രാം നിങ്ങൾക്ക് അറിയണം. മാത്രമല്ല ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ഈ ഫ്ലോ ഡയഗ്രത്തിൽ നോട്ട് ചെയ്യണം. ഇത്രയും ഭാഗം സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്. ഇത്രയും ഭാഗം ഇത്രയും ഭാഗം കണ്ടക്റ്റിംഗ് പാർട്ടാണ്. ആൻഡ് ഈ 2 ഭാഗം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് പാർട്ടാണ്. മാത്രമല്ല 3 ഫങ്ഷൻസ് ഓഫ് കണ്ടക്റ്റിംഗ് പാർട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളുടെ ലെങ്സ് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയാ പറയാ? എവിടെയാണ് നമ്മളുടെ ബോഡിക്കകത്ത് നമ്മളുടെ ലെങ്സ് പൊസിഷൻ ചെയ്തത് എന്ന് ചോദിച്ചാല് നമ്മളുടെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. ഓക്കെ, ഈ ക്യാവിറ്റിനെയാണ് നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരാളുടെ ബോഡി എടുത്തിട്ട് അയാളുടെ സ്റ്റേണം എന്ന് പറഞ്ഞ ഈ എല്ലുണ്ടല്ലോ, ആ സ്റ്റേണം ഒക്കെ റിമൂവ് ചെയ്ത് അയാളുടെ അകത്തുള്ള ലെങ്സ് മാറ്റി വെച്ചു, അയാളുടെ അകത്തുള്ള ഹാർട്ട് മാറ്റി വെച്ചു. അപ്പൊ നമുക്ക് അവിടെ ഒരു കമ്പാർട്ട്മെന്റ് കാണാൻ പറ്റും, ഒരു റൂം കാണാൻ പറ്റും. ആ കമ്പാർട്ട്മെന്റ് ആണ് ആക്ച്വലി തൊറാസിക് ക്യാവിറ്റി. ഓക്കെ, തൊറാസിക് ക്യാവിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് തൊറാസിക് ക്യാവിറ്റി ഈസ് അനാറ്റമിക്കലി എയർ ടൈറ്റ്. അതായത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റിയാണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാന് തൊറാസിക് ക്യാവിറ്റിനെ ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ പോലെ റെപ്രസെന്റ് ചെയ്യാണ്. ഇതാണ് തൊറാസിക് ക്യാവിറ്റി. എന്താ തൊറാസിക് ക്യാവിറ്റിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്? അപ്പൊ എന്താ തൊറാസിക് ക്യാവിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? തൊറാസിക് ക്യാവിറ്റി ഈസ് അനാറ്റമിക്കലി എയർ ടൈറ്റ്. അനാറ്റമിക്കലി എയർ ടൈറ്റ് ആണ്. അപ്പൊ എയർ ടൈറ്റ് ആയിട്ടുള്ള ആള് ആയതുകൊണ്ടാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ് ആക്ച്വലി നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത്. അത് എന്താ എന്നുള്ളതിലേക്ക് നമ്മൾ വരാം. അതിന്റെ മുന്നേ ഈ തൊറാസിക് ക്യാവിറ്റി, അനാറ്റമിക്കലി എയർ ടൈറ്റ് ആയിട്ടുള്ള ഈ തൊറാസിക് ക്യാവിറ്റി എങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നോക്കാം. അപ്പൊ ഈ തൊറാസിക് ക്യാവിറ്റിയുടെ ഈ ഫ്രണ്ട് വശത്ത്, അതായത് വെൻട്രൽ സൈഡില് ഈ ബോണിനെ നമ്മൾ എന്താ പറയാ? നമ്മൾ ഈ ബോണിനെ ബ്രസ്റ്റ് ബോൺ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേണം എന്ന് പറയും. സോ തൊറാസിക് ക്യാവിറ്റിയുടെ വെൻട്രൽ സൈഡിലായിട്ട് ആര് കാണാൻ പറ്റും? വെൻട്രലി ആര് കാണാൻ പറ്റും? സ്റ്റേണം കാണാൻ പറ്റും. ശരിയല്ലേ? വെൻട്രൽ സൈഡിൽ സ്റ്റേണം എന്ന് പറഞ്ഞ ബോൺ കാണാൻ പറ്റും. ഇനി പിൻവശത്തായിട്ട്, തൊറാസിക് ക്യാവിറ്റിയുടെ പിൻവശത്തായിട്ടാണ് നമ്മുടെ നട്ടയിലുള്ളത്. ശരിയല്ലേ? അപ്പൊ ഡോർസൽ സൈഡില് വെർട്ടിബ്രൽ കോളം കാണാൻ പറ്റും. അപ്പൊ ഡോർസൽ സൈഡിൽ ആരാണുള്ളത്? വെർട്ടിബ്രൽ കോളം ആണ്. ശരിയാണല്ലോ? അപ്പൊ വെർട്ടിബ്രൽ കോളം നമുക്ക് പിൻവശത്തായിട്ട് കാണാൻ പറ്റും. ഇനി ലാറ്ററലി സൈഡിലൂടെ ആരാണുള്ളത്? സൈഡിൽ ആരാണുള്ളത് തൊറാസിക് ക്യാവിറ്റിന്റെ? ലാറ്ററലി ഉള്ളത് റിബ്സ് ആണ്. സോ ലാറ്ററൽ സൈഡില് ആരാണുള്ളത്? ലാറ്ററൽ സൈഡില് റിബ്സ് ആണ് ഉള്ളത്.
അപ്പം ഇതുവരെ നമ്മൾ വെൻട്രൽ സൈഡിൽ സ്റ്റേണം ഉണ്ട് പറഞ്ഞു, ഡോർസൽ സൈഡ് വെർട്ടിബ്രൽ കോളം ഉണ്ടാവും, ലാറ്ററൽ സൈഡിൽ നമുക്ക് റിബ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ പറഞ്ഞത് എല്ലാം എന്താണ്? ബോൺസ് ആണ്. ഇനി ലോവർ സൈഡിൽ ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു മസിലാണ്. ആ മസിലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡോം ഷേപ്ഡ് ആണ്. അതായത് ഇതുപോലെ ഇരിക്കും, ഡോം ഷേപ്ഡ് ആയിട്ടുള്ള മസിലാണ്. ഇതേപോലെ ഡോം ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റാ ഷേപ്ഡ് ആയിട്ടുള്ള മസിലാണ് ലോവർ സൈഡിലുള്ളത്. ഓക്കെ, അപ്പൊ ലോവർ സൈഡിൽ ഒരു ഡോം ഷേപ്ഡ് മസിലാണുള്ളത്. ആ മസിലിന്റെ പേരാണ് ഡയഫ്രം. ഈ മസിലിന്റെ പേരാണ് ഡയഫ്രം. ഓക്കെ, ഡയഫ്രം. യെസ്. ഇനി അപ്പർ സൈഡിൽ ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മളെ കോളർ ബോൺ എന്നറിയപ്പെടുന്ന ക്ലാവിക്കിൾ ആണുള്ളത്. അത് നമ്മളുടെ NCERT മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് thoracic cavity ഉണ്ടാക്കിയത്? വെൻട്രലി നമുക്ക് സ്റ്റേണം ഉണ്ട്, ഡോർസലി വെർട്ടിബ്രൽ കോളം ഉണ്ട്, ലാറ്ററലി റിബ്സ് ഉണ്ട്, ലോവർ സൈഡില് ഡോം ഷേപ്ഡ് മസിൽ ആയിട്ടുള്ള ഡയഫ്രം ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാറ്റമിക്കലി എയർ ടൈറ്റ് ആവുക ഈ thoracic cavity എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള കാര്യം എന്താ എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മള് ലങ്സ് എന്താന്നുള്ളത് പഠിച്ചു അല്ലെ? അപ്പൊ പ്രൈമറി ബ്രോങ്കൈ ആണ് ലങ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന സ്ട്രക്ചർ. അതിനുശേഷം അത് ഡിവൈഡ് ചെയ്ത് ആൽവിയോളൈ വരെയുള്ള കംപ്ലീറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ലങ്സ് എന്ന് പറയുന്നത്. നമ്മള് ലങ്സിൽ ഒരിക്കലും ഒരു മേജർ മസിൽ ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റൂല, ശരിയല്ലേ? ബ്രോങ്കിയോൾസിലൊക്കെ സ്മൂത്ത് മസിൽസ് ഉണ്ട്, അതിനെ കൺട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ഒരു മൂവ്മെന്റ് ഒന്നും പോസിബിൾ ആക്കാനുള്ള അത്രയധികം വലിയ മസിൽ ഒന്നും ആർക്കകത്തില്ല, ലങ്സിന്റെ അകത്തില്ല. അപ്പൊ ആക്ച്വലി ലങ്സ് എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയുള്ള ഒരാളാണ്. അപ്പൊ ഈ സ്പോഞ്ച് പോലെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് വലുതാവാനും ശ്വാസം വിടുന്ന സമയത്ത് ചെറുതാവാനും പറ്റുക? നമുക്കറിയാം, മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് ആരാണ്? മസിലാണ്, ശരിയല്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹൃദയം ഇടിക്കുന്ന സമയത്ത് ഹൃദയം കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുന്നത് ആര് കാരണമാണ്? കാർഡിയാക് മസിൽസ് ഉള്ളത് കൊണ്ടാണ്. മസിൽസ് ആണ് അവിടെ കൺട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നോക്ക്, ഓരോ തവണ ബ്രീത്ത് ചെയ്യുമ്പോഴും നമ്മളുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഓരോ തവണ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും ലങ്സ് കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, ശരിയാണല്ലോ? അപ്പൊ നോക്ക്, ഈ മസിൽ ഒന്നും ഇല്ലാത്ത, കാര്യമായിട്ടുള്ള മസിൽ ഒന്നും ഇല്ലാത്ത സ്പോഞ്ച് പോലെയുള്ള ലങ്സ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് thoracic cavityയുടെ റെലവൻസ് എന്ന് പറയുന്നത്. അയാള് അനാറ്റമിക്കലി എയർ ടൈറ്റ് ആണ്. നോക്കടാ, ഇതാണ് നമ്മളുടെ thoracic cavity എന്ന് ഞാൻ പറഞ്ഞു. അയാൾ എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് സ്പോഞ്ച് പോലുള്ള ലങ്സ് ഇരിക്കുന്നുണ്ട്. ഈ എയർ ടൈറ്റ് ആയിട്ടുള്ള thoracic cavityന്റെ വോളിയം നിങ്ങൾ നന്നായിട്ടൊന്ന് കുറയ്ക്കാന്ന് വിചാരിക്കുക. ആ വോളിയത്തിൽ വരുന്ന കുറവ് അതുപോലെ തന്നെ എങ്ങോട്ടേക്കും കിട്ടും? ലങ്സിലേക്കും കിട്ടും. സിൻസ് thoracic cavity is airtight. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ thoracic cavity എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ thoracic cavityന്റെ വോളിയം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, thoracic cavityന്റെ മുകളിൽ ഒരു പ്രഷർ കൊടുത്തിട്ട് അതിന്റെ വോളിയം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വോളിയത്തിൽ വരുന്ന മാറ്റം അതിന്റെ അകത്തുള്ള ലങ്സിലും ബാധിക്കും. മനസ്സിലായോ? അപ്പൊ ലങ്സിന്റെയും വോളിയം എന്ത് ചെയ്യും? കുറയും. ക്ലിയർ ആണോ? അതായത് നിങ്ങൾക്ക് ലങ്സിന്റെ വോളിയത്തിന് മാറ്റം വരുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ലങ്സിന്റെ വോളിയം ഒരിക്കലും നിങ്ങൾക്ക് ഡയറക്ട്ലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിൻസ് thoracic cavity is airtight, എയർടൈറ്റ് ആയിട്ടുള്ള thoracic cavityക്ക് ഒരു വോളിയം ചേഞ്ച് വരുത്തിയാൽ മതി. ആ വോളിയത്തിൽ വരുന്ന വ്യത്യാസം അതേപോലെ എങ്ങോട്ടേക്ക് എത്തും? ലങ്സിലേക്ക് എത്തും. അതായത് നിങ്ങൾ thoracic cavityയുടെ വോളിയം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തുള്ള സ്പോഞ്ച് പോലെയുള്ള ലങ്സിന്റെയും വോളിയം കുറയും. നിങ്ങൾ thoracic cavityയുടെ വോളിയം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അകത്തുള്ള ലങ്സിന്റെ വോളിയവും കൂടും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താ പോയിന്റ്? ലങ്സിന്റെ വോളിയം നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയില്ല ഡയറക്ട്ലി. പകരം നിങ്ങൾക്ക് thoracic cavityയുടെ വോളിയത്തിൽ ചേഞ്ച് വരുത്താം. thoracic cavityയുടെ വോളിയം കൂട്ടിയാൽ നിങ്ങളുടെ ലങ്സിന്റെ വോളിയം കൂടും. thoracic cavityയുടെ വോളിയം കുറച്ചാൽ നിങ്ങളുടെ ലങ്സിന്റെ വോളിയവും കുറയും. ക്ലിയർ ആണല്ലോ? അപ്പൊ ലങ്സിന്റെ വോളിയം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? thoracic cavityയുടെ വോളിയത്തിൽ മാറ്റം വരുത്തിയാൽ മതി. thoracic cavityയുടെ ലോവർ സൈഡിൽ ആരുണ്ട്? ഡയഫ്രം എന്ന് പറഞ്ഞ മസിൽ ഉണ്ട്. അപ്പൊ ഈ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് thoracic cavityയുടെ വോളിയം കൂടുകയൊക്കെ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക,
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ കോൺസെപ്റ്റിന് അറൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.